ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പലിൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയോടായിട്ട് രേവതി പറയുന്നുണ്ട്, അമ്മയൊന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാൻ സച്ചേട്ടനോട് യാതൊരു സത്യം തുറന്നു പറഞ്ഞിട്ടില്ല, ഈ വീട്ടിലൊരു കലഹം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ ചമ്മി നാണം കെട്ട അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പിറ്റേന്ന് നേരം പുലരുന്ന സമയത്ത് വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ച് തന്നെ രേവതി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി കൊടുത്ത ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിനെ നിർബന്ധിച്ച് തന്നെ പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. നിനക്കല്ലെങ്കിൽ നാക്കിന് നീളം കൂടി വരികയാണല്ലോ എന്ന് സച്ചി മറുപടി പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായില്ല, അതിൻ്റേതാണെന്ന് രേവതി മറുപടി പറയുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, നിന്റെ നാക്കിനല്ലേലും നീട്ടം കൂടുതലായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി നീട്ടം കൂടിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ സച്ചി പറയുന്നുണ്ട്, എന്തായാലും രേവതി ഇന്ന് റെഡി ആയിട്ട് വന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുകയും രേവതി അവിടുന്ന് പോവുകയും ചെയ്യുകയാണ്. പിന്നീട് രേവതി റെഡിയായി വന്നതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, അച്ഛനെ അമ്മേനൊക്കെ ഇങ്ങോട്ടേക്ക് വിളിക്കുക, അച്ഛ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്താ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മയും കൂട്ടിക്കൊണ്ട് വായെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ ശ്രീകാന്തും വർഷയും ശ്രുതിയും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ സച്ചി ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ജ്വല്ലറിയുടെ ഒരു ബോക്സ് എടുക്കുന്ന സമയത്താണ് അച്ഛമ്മ രവി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നു. വേഗം നിന്നിട്ട് അച്ഛമ്മ എടുത്ത് വട്ടം കറക്കൊക്കെ ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്താ പതിവില്ലാതെ ഈ സമയത്ത് പറഞ്ഞിട്ടുള്ള സാധാരണ വരാറുള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല നിന്നോട് പറഞ്ഞിട്ട് വേണം ചന്ദ്ര എനിക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് അച്ഛമ്മ മറുപടി ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ സച്ചി പറയുന്നത്, എന്തായാലും അച്ഛമ്മ വന്ന് വളരെയധികം സന്തോഷമായി, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറയുമ്പോഴത്തേക്കും, എനിക്കറിയാം നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് വരെ ഓർമ്മയുണ്ട്, പക്ഷേ ഈ സച്ചിന് യാതൊരു ഓർമ്മയില്ല എന്ന് രേവതി പറയുന്ന സമയത്ത്, ഇല്ല അച്ഛമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ട്, പക്ഷേ ഇവളെ ഞാൻ പറ്റിക്കാനായിട്ട് പറഞ്ഞതാണ് സച്ചി മറുപടി പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്നാൽ ശ്രുതിയുടെ ചന്ദ്രയുടെ മുഖം അത്രയ്ക്ക് തെളിഞ്ഞിട്ടില്ല. ചന്ദ്രയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അച്ഛമ്മ വന്നിരിക്കുകയാണ്. എന്തായാലും അച്ഛമ്മയുടെ ഭരണമായിരിക്കും. ശ്രുതിക്കും ആണെങ്കിൽ ഇന്ന് നമ്മുടെ സച്ചിയുടെ വിവാഹ വാർഷികമാണ്, അതിനോടനുബന്ധിച്ചുള്ള അവരുടെ സന്തോഷം കാണുന്നതിൻ്റെ ചെറിയൊരു കുശുമ്പാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛമ്മ ചോദിക്കേണ്ട, അല്ല സച്ചി മോനെ നീ എന്തോ പോക്കറ്റിൽ, ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് നീ എന്തോ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന കണ്ടല്ലോ, എന്താ അതെന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാനത് മറന്നുപോയി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോക്കറ്റിൽ നിന്ന് ഒരു ജ്വല്ലറിയുടെ ബോക്സ് എടുക്കുകയാണ്. അതെടുത്ത് തുറന്നതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ രേവതിക്ക് വേണ്ടിയിട്ട് ഒരു മോതിരം മേടിച്ചതാണെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര അതിശയമാവണേ. കൂട്ടത്തിൽ തന്നെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, സച്ചിമോൻ ആകെ മാറിപ്പോയി, നേരത്തെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമായിരുന്നു ഇവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിച്ചു കൊടുക്കാൻ തയ്യാറാവുകയുള്ളൂ, പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഇപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയുന്ന സമയത്ത് ചന്ദ്രയും ശ്രുതിയും കുശുമ്പ് പിടിച്ച് നോട്ടത്തോടുകൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും മോൻ്റെ ഭാഗ്യമാണ് രേവതി, അവൾ എന്ത് പറഞ്ഞാലും നീ നല്ല രീതിയിൽ തന്നെ കേൾക്കണം, അവൾ നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പറയുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത്, ഭാര്യ പറയുന്നത് കേട്ട് ജീവിക്കണമെന്നാണ് അമ്മ പറയുന്നതെന്ന് ചന്ദ്ര ഒന്ന് കൊള്ളിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അച്ഛമ്മ പറയുകയാണ്, ഭാര്യ പറഞ്ഞ് കേട്ട് ജീവിച്ചു യാതൊരു കുഴപ്പമില്ല, പക്ഷേ നല്ല രീതിയിൽ തന്നെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുന്ന ഭാര്യയായിരിക്കണം, നീ നല്ല വാക്കൊന്നും എൻ്റെ മോനോടായിട്ട് പറയാറില്ലല്ലോ എന്ന് അച്ഛമ്മ പറയുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ഒരു അടി കിട്ടുകയാണ്. അതിനുശേഷം സച്ചി തൻ്റെ കയ്യിലുള്ള ആ ഒരു മോതിരം രേവതിയുടെ കൈകളിലേക്ക് അണിയിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൈ കൊട്ടിയത് ഭയങ്കര ഗംഭീരമാക്കി ആഘോഷിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് രേവതി പറയണേ, അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം മേടിക്കാനാണ് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നാലും എന്ന് പറയുന്ന സമയത്ത് ചന്ദ്ര മടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് അച്ഛമ്മ പറയുകയാണ്, നിനക്ക് എന്താ ചന്ദ്ര പറ്റിയത്, നിൻ്റെ കാലിന് നീങ്ങി നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ ദേഷ്യപ്പെട്ട് തന്നെ രവിയുടെ അടുത്തേക്കായിട്ട് ചേർത്ത് നിർത്തുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇരുവർക്കും അനുഗ്രഹം കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചന്ദ്രയുടെ മുഖം തെളിയുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നിന്റെ മുഖം കടന്നല കുത്തിയ പോലെ ഇരിക്കുന്ന, ഈ ഒരു കാര്യം ചെയ്യേ, നിന്റെ മരുമോൾക്ക് ഒരു മുത്തം കൊടുത്തേന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രൻ മടിച്ച് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അച്ഛമ്മ വീണ്ടും പറയും, നിന്നോട് കൊടുക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് വേദന രേവതിനെ കെട്ടിപ്പിടിക്കണം കേട്ടോ മുറുക്കെ. രേവതിക്ക് വേദനിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രേവതിനെ പിടിച്ചു നിർത്തിയിട്ട് ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഒരു ഉമ്മയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. എന്നിരുന്നാലും രേവതിക്ക് അത് മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേ രവിക്കും അച്ഛമ്മയ്ക്കും സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രവി പറയുന്നുണ്ട്, എന്തായാലും ചടങ്ങുകളൊക്കെ ഭംഗിയായിരുന്നു, നിങ്ങളൊന്ന് രേവതിയുടെ മോളിൽ വീട് വരെ പോയിട്ട് വാ എന്ന് പറയുമ്പോഴത്തേക്കും, ഇന്ന് പോണാച്ച, ഇന്ന് ചടങ്ങുള്ള ദിവസമല്ലേ, ഇന്നിപ്പോൾ എങ്ങോട്ടും പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, ഇന്ന് അച്ഛമ്മയും വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതിന് ഞാൻ ഇന്നൊന്നും പോകുന്നില്ല, നീ ഇവളെയും കുട്ടി വീട്ടിലേക്ക് പോയിട്ട് വാ എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ മോതിരത്തിലേക്ക് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ സച്ചി രവിയോടായിട്ട് പറയുന്നുണ്ട്, കണ്ടില്ല വെച്ചാൽ രേവതിക്ക് ഭയങ്കരമായിട്ട് മോതിരം ഇഷ്ടപ്പെട്ടു. സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് മോതിരം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷേ സച്ചിയുടെ മേടിച്ച് തന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതിപ്പോൾ എന്തായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ രേവതി പറയുകയാണ്.
അതിനുശേഷം രവി പറയുന്നുണ്ട് എന്തായാലും വൈകുന്നേരം ചെറിയൊരു ഫംഗ്ഷൻ പോലെ വെച്ചിട്ടുണ്ട്, അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് വരാനും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ സച്ചി രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഇവിടെ അനിയൻ ഇവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ ഇവിടെ ഉണ്ടാവും എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് സച്ചി മറുപടി പറയുന്ന സമയത്ത് സച്ചിയുടെ പിണക്കങ്ങളൊക്കെ വിട്ടുകളാം, ഞങ്ങൾക്ക് 3 പേർക്കും മുതിർന്ന സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സച്ചേനല്ലേ, എന്തായാലും അകത്തേക്ക് കയറി പോകാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകാൻ സമയത്ത് സച്ചി വേഗം പറയുന്നുണ്ട്, അല്ല വേഗം തന്നെ നമ്മൾ പോവില്ലേ, എനിക്കിന്നൊരു ട്രിപ്പ് ഉണ്ട്, നമ്മൾ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് 3 മാസം കഴിഞ്ഞിട്ട് പോകുന്നതെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. 3 മാസം കഴിഞ്ഞിട്ട് പോകാൻ നീ എന്താ പ്രസവിക്കാൻ വന്നതാണോ എന്ന് സച്ചി തമാശ രൂപേണ ചോദിക്കുന്ന സമയത്ത് അതേ എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് സച്ചി ഒന്ന് ഞെട്ടിക്കാണ്ട് ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, അല്ല എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല, പക്ഷേ അതൊന്നും നടക്കണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു തമാശ രൂപേണ പറയുന്ന സമയത്ത് സച്ചി ഒരു നാണയം കാണിക്കുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് ലക്ഷ്മിയും ദേവും ഒക്കെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അതിനുശേഷം ദേവ് പറയുന്നുണ്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ സായിപ്പന്മാരുടെ ഭാഷയിൽ, നമുക്ക് സായിപ്പന്മാരുടെ ഭാഷയൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ തനി നാടൻ ഭാഷയുണ്ട്, അതേ രീതിയിൽ പറഞ്ഞാൽ മതി എന്ന് സച്ചി പറയുകയാണ്. വേഗം തന്നെ ദേവ് പറയുന്നുണ്ട്, അങ്ങനെ എന്നാൽ ശരി, വിവാഹ വാർഷിക ആശംസകൾ എന്ന് പറയുമ്പോഴത്തേക്കും താങ്ക് യു എന്ന് സച്ചി പറയുകയാണ്. വേഗം തന്നെ ദേവ് ചോദിക്കുന്നത്, താങ്ക് യു അതെന്താ ഇംഗ്ലീഷുകാരുടെ ഭാഷയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സോറി എന്ന് സച്ചി വീണ്ടും പറയുന്നുണ്ട്. സോറിയും വിദേശികളുടെ തന്നെ ഭാഷയാണ് ദേവ് ചിരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് സച്ചിയേട്ടാ നിങ്ങൾ പെട്ടു, നിങ്ങൾ തന്നെയല്ലേ വടി കൊടുത്തു, ഇനി അടിയും മടിച്ചോളാനായിട്ട് രേവതി പറയുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടുള്ള ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.